ക്രൈസ്തവ സഭകളിൽ ഏത് സഭയിലായാലും ഒരു പള്ളിയിൽ എന്തെങ്കിലും നിസ്സാര സംഭവങ്ങൾ ഉണ്ടായാൽ പോലും ആ പള്ളിയിലെ വികാരിമാരെയാണ് കൂടുതലും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. പ്രത്യേകിച്ച് വൈദികരെ കുറ്റം പറയാൻ മിടുക്കരാണ് വിശ്വാസികളിൽ ഭൂരിഭാഗവും. ഏതിനും എന്തിനും അവരുടെ മേലിൽ തിരുവാതിര കളിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുന്നില്ല അവരും ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന്, അവർക്കും ഒരു കുടുംബവുമൊക്കെ ഉണ്ടെന്ന്. പുരോഹിതന്മാരെ കുറ്റം പറയുന്നവരോട് ഒരു വാക്ക്: അവരെ ദൈവം നൂലിൽ കെട്ടി സ്വർഗത്തിൽ നിന്ന് ഇറക്കിയവരല്ല. അവരും ഓരോ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ആ കുടുംബത്തിൽ കിട്ടിയ മൂല്യങ്ങളാണവർ വൈദികരായാലും തുടരുന്നത്. അല്ലാതെ സെമിനാരിയിൽ കിട്ടുന്ന ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന വ്യക്തിത്വമല്ല അവർക്കുള്ളത്. അരമനകളിൽ പ്രീ സെമിനാരിക്ക് നിൽക്കുമ്പോൾ മേൽപ്പട്ടക്കാർക്ക് ഇവരെ പറ്റി ഒരു വിലയിരുത്തലിന്റെ സമയമാണ്. കുറച്ച് സ്ക്രീനിംഗ് ഒക്കെ അവിടെ നടക്കണം. അവിടെയും സെമിനാറിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളും ചേരുമ്പോൾ കുടുംബത്തിൽ നിന്നും കിട്ടിയ മൂല്യങ്ങൾ തേച്ചു മിനുക്കപ്പെടും. വീട്ടിൽ മൂല്യങ്ങളില്ലാതിരുന്നവന് എത്ര തേച്ചാലും മിനുങ്ങാൻ ഒന്നുമില്ലാത്തതിനാൽ കാര്യങ്ങൾ പഴയതിലും മോശമാകും. ചുരുക്കത്തിൽ അവരും സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. വിനയം, മറ്റുള്ളവരോട് കാണിക്കുന്ന ബഹുമാനം, കരുതൽ ഇവയെല്ലാം ഉള്ള വൈദികരാണ് സഭയ്ക്കും സമൂഹത്തിനും മാതൃകയാവുക. കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും, നല്ലതെന്ന് പറയാൻ പലരും മടിക്കും. കഷ്ടപ്പെട്ട് പഠിച്ച് വൈദിക പട്ടം ലഭിച്ച പുരോഹിതൻ എന്ന നാമകരണം ലഭിച്ച സമൂഹത്തിൽ മാതൃകയായി ജീവിക്കുന്ന ഒരാളെ വാക്കുകൾ കൊണ്ടുപോലും കുത്തിനോവിക്കാൻ ഭൂമിയിലുള്ള ഒരാൾക്കും അധികാരമില്ല. ഒരു വൈദികൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടാകാം, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ സന്തോഷത്തോടെ നേർച്ചയായിട്ട് തങ്ങളുടെ മക്കളെ ദൈവത്തിന് നൽകുന്നതാകാം. അതിലുപരി നല്ല കുടുംബത്തിലെ നല്ല മാതാപിതാക്കന്മാർ മക്കളെ നല്ലതുപോലെ വളർത്തി വൈദികനാക്കി ദൈവത്തിന് സമർപ്പിക്കുന്നവരുമാകാം. നവമാധ്യമങ്ങൾ കൂടി വന്നപ്പോൾ അവർക്കെതിരെയുള്ള അവഹേളനവും പരിഹാസവും വ്യക്തിഹത്യയും കൂടിക്കൂടി വരികയാണ്. നവവൈദിക പട്ടം സ്വീകരിക്കുന്ന സമയത്തെ പ്രസംഗത്തിന് അവരുടെ ജീവിതാനുഭവം, മാതാപിതാക്കൾ, അവരുടെ കുടുംബ പശ്ചാത്തലം ഇത് പങ്കുവെക്കുമ്പോൾ സന്തോഷ കണ്ണുനീരിൽ ആ സമൂഹം മുഴുവൻ നിർവൃതിയടയുന്നത് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് കാണാം. ഇങ്ങനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് വൈദിക പട്ടം ലഭിച്ച ഒരു വൈദികന്റെയും നെഞ്ചത്ത് താണ്ഡവ നൃത്തമാടാൻ ആർക്കും അവകാശമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, കുറ്റപ്പെടുത്താം, തെറ്റുകൾ തിരുത്തി പറയാം. അല്ലാതെ പരിഹസിക്കുവാനോ അവഹേളിക്കുവാനോ തെറി വിളിക്കുവാനോ അവകാശമില്ല. അവരെ ശിക്ഷിക്കുവാൻ സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. പിന്നെ യഥാർത്ഥ ശിക്ഷ നൽകുന്നത് ദൈവം തമ്പുരാനാണ്. അത് കൊടുത്തോളും, കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോളും. അതോർത്ത് വിശ്വാസികൾ ഭാരപ്പെടേണ്ട.